എന്തായാലും അർച്ചനയുടെ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അല്ല, ജീവിച്ചിട്ടുണ്ടെങ്കിലല്ലേ തിരിച്ചു വരാൻ പറ്റും. ആരാ നിന്നോട് പറഞ്ഞത് എന്റെ അർച്ചന ജീവിച്ചിരിപ്പില്ലാന്ന്? എന്റെ അർച്ചന ജീവിച്ചിരിപ്പുണ്ട്. ഇനി മേലാൽ അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അർച്ചനടുത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നോ? എങ്കി എവിടെ എവിടെ അർച്ചനടുത്ത് ഇപ്പൊ ഉള്ളേ? സത്യം പറ, അർച്ചനടുത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞത് ഉള്ളതാണോ? ഇല്ലെങ്കിൽ പിന്നെ അർച്ചനടുത്ത് മരിച്ചെന്ന് പറഞ്ഞാല് എന്തിനാ സ്നേഹ തല്ലിയത്? അത് അറിയാതെ പറ്റിപ്പോയതാ. ആൽബം കണ്ടോണ്ടിരുന്നപ്പോ പഴയ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലൂടെ ഓടിപ്പോയി. അർച്ചനെ കല്യാണം കഴിച്ചതും അവൾ എന്റെ കൂടെ ജീവിച്ചതും നെല്ലിശ്ശേരി വീട്ടിൽ അവൾ നമുക്കെല്ലാം നൽകിയ സന്തോഷവും ഒക്കെ പെട്ടെന്ന് മനസ്സിൽ നിറഞ്ഞുപോയി. എന്റെ അർച്ചന മരിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ല. അതാ നീ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ സോറി മോളെ, നീ ഏട്ടനോട് ക്ഷമിക്കേ. നിന്നെ ഞാൻ തല്ലാൻ പാടില്ലായിരുന്നു. ആ, താനെന്ത് എവിടേക്കാ? അമ്പലത്തിലേക്കാ. എനിക്ക് കുറച്ച് വഴിപാടുകളൊക്കെ നടത്താനുണ്ട്. ആഹാ, എടോ എങ്കിൽ താനൊരു 10 മിനിറ്റ് വെയിറ്റ്, ഞാനോട് വരാം. മോക്ക് വേണ്ടി ഞാനും ചില വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇനിയും താമസിച്ചാ ഞാൻ ചെല്ലുമ്പോഴേക്കും രാവിലത്തെ പൂജ കഴിഞ്ഞ നടയടയ്ക്കും. ഓ, ഗൂഗിളിന്റെ നേർച്ച എന്തൊക്കെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ നടത്തിക്കോളാം. ആ, ഒരു ദിവസത്തെ മുഴുവൻ പൂജയും ഭഗവാന് നമ്മൾ സമർപ്പിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പണം കൊടുത്ത് അതൊന്ന് രസീതാക്കണം. സാരമില്ല, അതിനുള്ള രസീത് ഞാൻ എഴുതിച്ചോളാം. എടോ, അതിനെ തന്റെ പൈസ ഉണ്ടോ? ഞാനിപ്പോ പൈസ അയച്ചുതരാം. വേണ്ട, ഞാൻ കൊടുത്തോളാം, എന്റെ കയ്യിലുണ്ട്. ആ, തനിക്കെന്തെങ്കിലും പറ്റിയോ? ഏയ് ഇല്ല. ആഹാ, ശ്രദ്ധിക്കണേ. സൂക്ഷിച്ച്.